സൈബർ ആക്രമണത്തിൽ കെ.ജെ. ഷൈൻ ടീച്ചറും വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണനും നൽകിയ പരാതിയിൽ നടപടികൾ ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചെന്നും സ്ത്രീ എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും ഷൈൻ ടീച്ചർ പറഞ്ഞു. കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. അല്പസമയത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുകയും ചെയ്യും. തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. തിയോഫിൻ, ഈ പരാതിയിൽ വളരെ വേഗത്തിൽ ശക്തമായ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ കെ.എം. ഷാജഹാന്റെയും ഈ സി.കെ. ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയുടെയും ഒക്കെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? മനു, ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ മൊഴി നൽകാനായി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി. പറവൂരിലുള്ള മുനമ്പം ഡിവൈഎസ്പി ഓഫീസിലാണ് അദ്ദേഹം മൊഴി നൽകാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഓഫീസിനകത്തുണ്ട്. ഈ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. ഈ സൈബർ ആക്രമണത്തിന്റെ ഉറവിടം അത് പറവൂർ തന്നെയാണ് എന്ന് വ്യക്തമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പറവൂരിൽ നിന്നുണ്ടായ ഒരു പോസ്റ്റ്, ഒരു കോൺഗ്രസ് നേതാവിന്റെ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയുടെ പോസ്റ്റ്, അതാണ് താൻ ആദ്യം കാണുന്നത്. അത് പറവൂരിൽ ഉണ്ടായ ഒരു സംഭവം, പറവൂരിലെ കാര്യങ്ങൾ പറഞ്ഞ് പേര് വെക്കാതെ ഉണ്ടാക്കിയ ഒരു തുടക്കമിട്ട ഒരു സൈബർ ആക്രമണം. ആ സൈബർ ആക്രമണത്തിന്റെ അതെങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള കെ.എം. ഷാജഹാനിലേക്ക് എത്തിയത് എന്നത് അത് വ്യക്തമായി തന്നെ അതിന് അന്വേഷണം ഉണ്ടാകണം. ഇതിന് പിന്നിലുള്ളവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ ഒരു സൈബർ ആക്രമണത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതിനെ നിഷേധിച്ച് പ്രതികരിക്കാൻ ഇതുവരെ മുതിർന്ന നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മൗനാനുവാദം ഇതിനുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. അതെ, ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിൽ എന്ന് പറയുന്ന ആളെ തള്ളി പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ്. മാത്രമല്ല ബി.ആർ.എം. ഷഫീറിനെയും ജിൻഡോ ജോണിനെയും ഒക്കെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. നിങ്ങളുടെ എം.എൽ.എ. ഓഫീസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണോ എന്ന ചോദ്യം വന്നപ്പോൾ പോലും അതിനെ തള്ളിപ്പറയാതെ പകരം കൈരളിക്കെതിരെ എന്തൊക്കെയോ ആക്ഷേപങ്ങൾ പറഞ്ഞു പോവുക മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. മനു, സാധാരണ അതായത് ഉത്തരം മുട്ടുമ്പോൾ കൈരളി ആക്രമിക്കുക എന്നൊരു പതിവ് രീതി അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം വീണ്ടും നടത്തിയിരിക്കുന്നത്. കാരണം ഈ പോസ്റ്റ് ഇട്ട ആദ്യമായി ഇത്തരത്തിലൊരു അപകീർത്തി പരാമർശം ഉൾപ്പെടുന്ന പോസ്റ്റ് ഇട്ട ഗോപാലകൃഷ്ണൻ ചിറ്റിശ്ശേരി, സി.കെ. ഗോപാലകൃഷ്ണൻ എന്ന ഗോപാലകൃഷ്ണൻ ചിറ്റിശ്ശേരി നേരത്തെ അതായത് അയാളുടെ സൈബർ ഹാൻഡിൽ അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജിന്റെ പേര് കെടാമംഗലം ഗോപാലകൃഷ്ണൻ എന്നാണ്. ആ പേജിലൂടെയാണ് ആദ്യമായി ഇത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടാകുന്നത്. അതാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഷെയർ ചെയ്തതും. പക്ഷേ ഇയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷാജഹാന്റെ പോസ്റ്റ് കണ്ടാണ്, ഷാജഹാന്റെ വീഡിയോ കണ്ടാണ് താൻ പോസ്റ്റ് ഇട്ടതെന്നാണ്. പക്ഷെ അതല്ല, പറവൂരിലുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ഒരു സംഭവം എങ്ങനെയാണ് ഈ ഷാജഹാനിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് ഷാജഹാൻ വഴി അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നത് വ്യക്തമാണ്. അതിൽ തന്നെ ക്ലിയറായി കാര്യമുണ്ട്. ഇത് പറവൂരിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. പറവൂരിൽ നിന്ന് ആരംഭമിട്ട ഒരു സൈബർ ആക്രമണമാണ് ഇതെന്ന് തന്നെ എം.എൽ.എയും അത് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ പോലീസ്. പ്രത്യേക അന്വേഷണ സംഘമാണ് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണം. ഇപ്പോൾ ഇവർ ഇന്നലെ ഷൈൻ ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തി, ഇന്നിപ്പോൾ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രധാനമായും ഇതിലെ മറ്റു നടപടികൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ തുടക്കമിട്ട ഷാജഹാന്റെയും ഒപ്പം തന്നെ ഈ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി ഇവരുടെയൊക്കെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ വളരെ വേഗത്തിൽ കടക്കാനുള്ള സാധ്യതയുണ്ടോ? മനു, വളരെ വേഗം തന്നെ ഇത്തരം നടപടികളിലേക്ക് കടക്കും. പക്ഷെ അതിനു മുമ്പായി പോലീസിന് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ ഏതൊക്കെ വ്യക്തികളാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തിയെന്നവരുടെ പേരുകൾ, ഒപ്പം സൈബർ ആക്രമണം ഉണ്ടായ ഓൺലൈൻ ചാനലുകൾ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളുടെയും ഒക്കെ ലിങ്കുകളെല്ലാം പോലീസ് അന്വേഷണ സംഘത്തിന് ഷൈൻ ടീച്ചറും എം.എൽ.എയും കൈമാറിയിട്ടുണ്ട്. ആ ലിങ്കുകളിൽ അന്വേഷണം നടക്കണം. ഇതിന്റെ ഭാഗമായി സൈബർ പോലീസ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് വിവരങ്ങൾ തേടിക്കൊണ്ട് കത്തയച്ചിട്ടുണ്ട്. മെറ്റയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, ഒപ്പം ഇതിന്റെ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് ഈ പേജുകളുമായി അതായത് തിയോഫിൻ വളരെ വ്യക്തമാണ് ഇതിന്റെ ഉറവിടം, ഇത് ഏത് ഐഡിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തു എന്നത് പരിശോധിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് അതിന്റെ ശാസ്ത്രീയ പരിശോധനകൾ, അതിലൂടെ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും വളരെ പെട്ടെന്ന് തന്നെ കെ.എം. ഷാജഹാനും ഈ ഗോപാലകൃഷ്ണനെതിരെയുള്ള നടപടി ഉണ്ടാവുക. നിലവിൽ ഗോപാലകൃഷ്ണനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങളില്ല. അദ്ദേഹം പലരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും വളരെ വേഗം തന്നെ, അതായത് ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ, ഈ ഐ.ടിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക. അത് ശേഖരിച്ച ശേഷം ഇവർക്കെതിരെ വളരെ വേഗം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം എം.എൽ.എയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മറ്റ് അന്വേഷണത്തിന്റെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് അന്വേഷണ ചുമതല. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സൈബർ പോലീസും ഒപ്പം കൊച്ചി സിറ്റി, കൊച്ചി റൂറൽ പോലീസിലുള്ള ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടതാണ് ഈ സംഘം. ഈ സംഘമാണ് ഇനി കേസ് പ്രത്യേകം അന്വേഷിക്കുക. എറണാകുളം റൂറൽ എസ്.പി ഇതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. മനു.